കേന്ദ്ര ബജറ്റിന് ശേഷം സ്വർണ്ണവില ഇനി എങ്ങോട്ട്? സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കൂടുമോ അതോ കുറയുമോ? ഇപ്പോൾ സ്വർണത്തിന് ഓർഡർ ചെയ്യലാണോ നല്ലത്, അല്ലെങ്കിൽ ഇനിയും കാത്തിരിക്കണോ? എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വളരെ ചുരുക്കി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടുഡേ ഓർഡറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര ബജറ്റിൻ്റെ അന്ന് രാവിലെ സ്വർണ്ണവില 53,960 വ്യാപാരം നടന്നത്. അതേസമയം ഉച്ചയോടുകൂടി ഒറ്റയടിക്ക് 2000 രൂപ കുറച്ച് 51,960 എത്തുകയായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നെങ്കിലും 25-ാം തീയതി സ്വർണ്ണവില വീണ്ടും പവന് 760 രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം 26-ാം തീയതി സ്വർണ്ണവില രാവിലെ മാറ്റമില്ലാതെ തുടർന്നെങ്കിലും കൃത്യം 11 മണിയോടുകൂടി സ്വർണ്ണവില കുറയ്ക്കേണ്ടി വന്നു. മലബാർ പോലത്തെ ഗോൾഡുകൾ 800 രൂപ കുറച്ചത് കാരണം സ്വർണ്ണവില കേരള മാർക്കറ്റിൽ മർച്ചൻ്റ് അസോസിയേഷനും 800 രൂപ കുറച്ച് 50,400 എത്തുകയായിരുന്നു. അതേസമയം സ്വർണ്ണവില ഇന്നലെ 200 രൂപയുടെ വർധനവാണ് സംഭവിച്ചത്. അതിനുള്ള കാരണം രാജ്യാന്തര വിപണിയിലെയും ഇന്ത്യൻ മാർക്കറ്റിലെയും കുതിപ്പായിരുന്നു. അതേസമയം സ്വർണ്ണവില നാളെ കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നിൽക്കുന്നത് 24K തങ്കം വില 7,100 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇന്നത്തേക്കാൾ ഒരു പവന് 700 രൂപയുടെ വർധനവ് വരെ സംഭവിച്ചേക്കാം. 700 മുതൽ 1000 രൂപ വരെ ഇന്നത്തെ ബോർഡ് റേറ്റിനേക്കാൾ അധികം ഇന്ന് സ്വർണ്ണം വിൽക്കുന്നവർക്ക് ലഭിക്കേണ്ടതാണ്. സ്വർണം ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് നിങ്ങൾ 2 ലക്ഷം രൂപക്കാണ് സ്വർണം ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആ 2 ലക്ഷം രൂപക്ക് കൂടിയാൽ കൂട്ടുകയുമില്ല, കുറച്ചാൽ കുറച്ചും തരുമെന്ന ഡിമാൻഡിന് മാത്രമേ നിങ്ങൾക്ക് സ്വർണത്തിന് ബുക്ക് ചെയ്യാവൂ. അതേസമയം സ്വർണം വിൽക്കാനുള്ളവർക്കും ഇത് നല്ലൊരു അവസരമാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നേരിയ മുൻതൂക്കം നേരിടുമെങ്കിലും സെപ്റ്റംബർ മാസത്തെ പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ഒരുപക്ഷെ പലിശ നിരക്ക് കുറക്കുക എന്ന ഒരു കാര്യം ഈ വർഷം നടക്കാതിരിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൂപ്പുകുത്തും 45,000 വരെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.